സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഏറ്റവും വലിയൊരു മനുഷ്യ സ്നേഹിയോടായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു കാനം രാജേന്ദ്രൻ. തൊഴിലാളികളെയും സാധാരണക്കാരെയും ചേർത്ത് പിടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചുനാൾ പ്രവർത്തിച്ച ഒരാളെന്നുള്ളതിലേക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കാനം എനിക്കൊരു എന്താ പറയുക, സുഹൃത്ത്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനൊക്കെ ആയിരുന്നു കാനം. രാഷ്ട്രീയത്തിൽ വലിയ പരിചയമോ അക്കാര്യത്തെപ്പറ്റി ഒത്തിരി ചിന്തിക്കുകയൊന്നും ചെയ്യാത്ത ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും കാനവുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ തർക്കത്തിലേർപ്പെടാറുണ്ട്. ഞാൻ ഭയങ്കര തർക്കിക്കുമ്പോഴും ഒക്കെ ചിരിച്ചുകൊണ്ട് എന്നോട് മറുപടി പറഞ്ഞ് ഒരിക്കലും ദേഷ്യപ്പെടാത്ത ഒരഞ്ജനെ പോലെ എൻ്റെ തർക്കങ്ങൾക്കൊക്കെ മറുപടി തന്നിട്ടുണ്ട്. ഞങ്ങൾ ഒത്തിരി അത്ര ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാലത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ്. നേരത്തെ ഇവിടെ പലരും പറയുകയുണ്ടായി, ഞാൻ ഏറ്റവും കൂടുതൽ കാനവുമായിട്ട് അടുക്കുന്നത് 10-17 വർഷം മുമ്പ് മലയാള സിനിമയിലെ തൊഴിലാളികൾക്കായിട്ട് ഞങ്ങളൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി, മാക്ടാൽ ഫെഡറേഷൻ. ഞങ്ങൾക്കറിയാം. സത്യത്തിൽ അതിന്റെ യഥാർത്ഥ കഥ പലരും പറയുന്ന പോലല്ല. കാനം ഒരാളുടെ ചങ്കൂറ്റം കൊണ്ട് കാണാൻ ഇന്നിപ്പോ ലാസ്റ്റ് 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന ആറാട്ടൂര വേലായുധ പണിക്കരുടെ ഒരു പടം ഞാൻ ചെയ്തെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് മലയാള സിനിമയിലെ എന്റെ ഭാഷയിൽ പറഞ്ഞ വരേണ്യവർഗം മൊത്തം നിന്നപ്പോഴും വിനയന്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞ് എന്റെ കൂടെ ശക്തമായിട്ട് നിന്ന അന്നത്തെ ജുഡീഷ്യൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രനായിരുന്നു. സത്യത്തിൽ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെല്ലാം എതിരായിരുന്നു. അവർക്കൊന്നും അങ്ങനെ ഒരു ട്രേഡ് യൂണിയനോട് താല്പര്യമില്ലായിരുന്നു. അത് വേറെ രീതിയിൽ വക്രീകരിച്ച് ആവശ്യമില്ലാത്ത നിയമങ്ങളും ചട്ടക്കൂടുകളും ഒക്കെ കൊണ്ടിരുന്നു ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എന്നെ സിനിമയിൽ നിങ്ങൾക്കറിയാം 10-12 വർഷം വിലക്കി നിർത്തിയ ഒരവസ്ഥയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു വലിയ ചർച്ചയായിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആർക്കറിയാമെന്ന് എനിക്കറിയില്ല, 137 മുതൽ 141 വരെയുള്ള പേജുകളിൽ ഞാനും കാനവും ചേർന്ന് നടത്തിയ ഫൈറ്റാണ്. പേര് ഒരു ഡയറക്ടറൊന്നും മാക്ടാൽ ഫെഡറേഷന്റെ അന്നത്തെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞുള്ളൂ. ഞാനും കാനും ഒക്കെ ചേർന്ന് നടത്തിയ ഫൈറ്റാണ് ആ 137 മുതൽ 141 വരെയുള്ള പേജുകളിൽ. കാരണം അത്രമേൽ ഇപ്പോ ഒരു ചരിത്ര രേഖയായിട്ട് അത് മാറിയിരിക്കുകയാണ്. ഞാൻ ആ കാലത്താണ് അറിയുന്നത് കാനം ഈ കലയോടും സിനിമയോടും ഒക്കെ ഒത്തിരി ബന്ധമുണ്ടെന്ന്. അന്നത്തെ കാലത്ത് കാനം TV ചർച്ചകളൊക്കെ വരുമായിരുന്നു. അത് വലിയ ഇഷ്യൂ ആയിരുന്നല്ലോ, സിനിമയല്ലേ. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, ഒരു പ്രമുഖ സംവിധായകൻ ഒരു ചർച്ചയിൽ വെച്ച് കാനത്തിനോട് ചോദിച്ചു, കാനം രാജേന്ദ്രനെ പോലുള്ള ഈ ഒരു രാഷ്ട്രീയക്കാരനെ സിനിമയെ പറ്റി എന്തറിയാമെന്ന് ചോദിച്ചു. ഇദ്ദേഹം ഒരു 4-5 ഇംഗ്ലീഷ് ഹോളിവുഡ് ക്ലാസിക്കുകളുടെ പേര് പറഞ്ഞു. ഇതിന്റെ സംവിധായകനെ സിനിമയിൽ അറിയാമോ എന്ന് ചോദിച്ചു. തിരിച്ചങ്ങോട്ട് സിറ്റി വട്ടക്കറങ്ങിപ്പോയി. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല കാനത്തിന് ഇത്തരം ക്ലാസിക്കുകളുടെ പേരറിയാവുന്നോ, കണ്ടിട്ടുണ്ടെന്നോ, ഇതിന്റെ സംവിധായകന്റെ പേരറിയാവോ. അപ്പം കാനം ഒത്തിരി ഫിലിം ക്ലബുകളും അന്നത്തെ ജി അരവിന്ദനെ പോലുള്ള ലോകപ്രശസ്തരായ സംവിധായകരുമായിട്ട് ക്ലാസിക്കൽ സിനിമകൾ, അദ്ദേഹം ഒരു കലാകാരന്റെ ഒരു കലാസ്വാദകനായിരുന്നു, തിരിഞ്ഞ ഒരു കലാസ്വാദകനായിരുന്നു. ഞാൻ ഇന്നലെ ബസേലിയസ് കോളേജിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹം സിനിമയ്ക്കകത്ത് സിനിമ കാര്യങ്ങളിൽ എങ്ങനെയാണെന്ന് ഇടപെട്ടത്. അന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ഈ വിലക്കിനെ നേരിട്ടുകൊണ്ട് ഒരു ആർട്ടിസ്റ്റും ഇല്ലാതെ ഒരു ടെക്നീഷ്യനെ എനിക്ക് തരാത്ത കാലത്ത് ഞാൻ ചെയ്തൊരു ചിത്രമുണ്ട്, ഇക്ഷിയും ഞാൻ എന്ന് പറഞ്ഞ ചിത്രം, ഹൊറർ ചിത്രം. അത് ഒത്തിരി പേര് കണ്ട് സാമ്പത്തികമായിട്ട് ചെയ്യാം. പക്ഷെ ആർട്ടിസ്റ്റും ടെക്നീഷ്യനും ഒക്കെ പുതിയൊരു വഴിയിൽ നിന്നൊക്കെ പിടിച്ചവരെ വെച്ചിട്ട് ഈ വിലക്കിനോടുള്ള ഒരു വാശിക്ക് ഞാൻ ചെയ്ത പടമാണ്. അപ്പം സംഘടനകള് ഒരു ക്യാമറ രാവിലെ വെച്ചാൽ അവർ വിളിച്ചു പറഞ്ഞിട്ട് ആ ക്യാമറ ഉച്ചയ്ക്ക് പോകും.
കാരണം ഇപ്പഴേ ഞാൻ ഒറ്റയ്ക്ക് അപ്പുറത്തെ സിനിമ മുഴുവൻ നിൽക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ ക്യാമറ പ്രശ്നമായപ്പം എന്നോട് പറഞ്ഞു, പിന്നെ അന്നൊരു ക്യാമറയുടെ ഇഷ്യൂ ഉണ്ടായപ്പോ ബോംബെ നിന്നാരോ കാനത്തിന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് അന്നത്തെ ഡിജിറ്റൽ ക്യാമറ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നോ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്ന് മാത്രമല്ല, ആ ചിത്രം ഞങ്ങള് 10-35 ദിവസം ഞാൻ സ്ട്രഗിൾ ചെയ്ത് തീർത്തു കഴിഞ്ഞപ്പോ മലയാള സിനിമ എൻ ബ്ലോക്കായിട്ട് പറഞ്ഞു, ആ സിനിമ സെൻസർ ചെയ്താൽ ഞങ്ങളൊന്നും പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ ഒരുത്തനൊരു സിനിമ എടുത്തിട്ട് റിലീസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അത് ബോംബെയിൽ നിന്ന് സെൻസർ ബോർഡ് സെൻട്രൽ കമ്മിറ്റി സെൻസർ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. കാനം എന്ന് പറയുന്ന വ്യക്തിയുടെ ഒറ്റ ഇടപെടലാണ്. ഇന്ന് ഞാൻ അല്ലെങ്കിൽ എന്റെ മുമ്പിൽ വെച്ചാണ് രമേശ് ചെന്നിത്തല വിളിച്ചിട്ട് പറയുന്നത് UP ആണ് ഭരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഓപ്പോസിറ്റാണ്. പക്ഷെ രമേശിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പടം ഇനി സെൻസർ ചെയ്തില്ലെങ്കിൽ അത് സാംസ്കാരിക രംഗത്തിന് തന്നെ നാണക്കേടാണ്. ഒരാൾ ഒറ്റയ്ക്ക് ഒരു തൊഴിലാളി പ്രസ്ഥാനം അവിടുത്തെ സഹജീവികൾക്ക് വേണ്ടി, അവിടുത്തെ തൊഴിലെടുക്കുന്നതിന് വേണ്ടി, അവിടെ ഈ സൂപ്പർ സ്റ്റാറുകളുടെ നഖം വെട്ടി കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഡ്രസ്സ് തുന്നുന്നതിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയതിന്റെ പേരിൽ അയാളെ വിലക്കുന്ന ഒരവസ്ഥ ഉണ്ടായ അയാളെ കൊണ്ട് പടം ചെയ്യിക്കുന്നതിന് എന്താണ് കുഴപ്പം? നിങ്ങൾ സ്വയമായിട്ട് ചിന്തിച്ചിട്ട് രമേശ് പറയൂ. രമേശ് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു എന്നെ തന്നെ വിളിപ്പിച്ചു. കാനത്തിനോട് പറഞ്ഞു, വിനയനെ നേരിട്ട് എനിക്കൊന്ന് ഞാൻ ഇപ്പൊ രമേശിനെ എനിക്കറിയാം, ഞാൻ അമ്പലപ്പുഴക്കാരനാണ്, രമേശ് ആലപ്പുഴക്കാരനാണ്, ഹരിപ്പാട്ടുകാരനാണ്. അപ്പൊ ഞാന് ചെന്നു. അവിടെ വെച്ച് നേരിട്ട് അന്നത്തെ എനിക്ക് തോന്നുന്നു ഷർമിള ടാഗോർ ആയിരുന്നു അന്ന്, സോണിയാഗാന്ധി ഇടപെട്ടിട്ടാണ് അന്ന് ഷർമിള ടാഗോറോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളെ ഒറ്റയാൽ പോരാട്ടമാണ്, ആ പടം ഒരാൾക്ക് ഒരു പടം തീർത്താൽ സെൻസർ ചെയ്യുന്നതിന് എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഈ വലിയ മേലാളന്മാരെയൊക്കെ അവരുടെ മേളിൽ കൂടി ഈ പടം സെൻസർ ചെയ്യുകയും അതോടെ കളിക്കുകയും ചെയ്തു. അപ്പോ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയാൽ കൂടെ നിൽക്കുന്ന ചങ്കൂറ്റം, അതാണ് ഞാൻ കാലത്തിലന്ന് കണ്ടത്. തീർച്ചയായിട്ടും ഞാൻ ഒരു അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ഥിരം AITCയുടെ വേദികളിലും CPIയുടെ വേദികളിലും ഒക്കെ പോകാൻ കാരണം തന്നെ എനിക്ക് തോന്നുന്നു കാലവുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ്. കാലത്തിന്റെ ഈ വേർപാട് വളരെ ആകസ്മികമായ ഞെട്ടലുളവാക്കുന്ന വേർപാടായിരുന്നു കാലത്തിന്റെ കാല് മുറിക്കുന്ന ആ ദിവസം ഹോസ്പിറ്റലിൽ പോയിരുന്നു. കാനം മരിക്കുന്നതിന്റെ തലേ ദിവസവും അന്ന് രാവിലെയും ഞാനുമായിട്ട് കാനമായിട്ട് സംസാരിച്ചിരുന്നു. അന്ന് തോപ്പിൽ വാസി ചേട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞു. കാരണം കാല് മുറിച്ചാലും ആ കാര്യം വെച്ചുകൊണ്ട് ഓഫീസിൽ പോവും, പാർട്ടി ഓഫീസിൽ പോവും. അങ്ങനെ വളരെ ഉജ്ജ്വലമായ പ്രവർത്തനം നടത്തുന്ന ഒരു സെക്രട്ടറിയുടെ കഥ പിന്നെ ചരിത്രം ഇവിടെ എഴുതി വെക്കും ഗാനം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ കാനം ചിരിച്ചു. പക്ഷേ കാനം പറഞ്ഞു, ആ ദീപ്തസ്മരണയ്ക്ക് മുമ്പിൽ അതിരഞ്ജലികൾ, പ്രണാമം, നമസ്കാരം.